Good afternoon, students. Good afternoon. Good afternoon, sir. Good afternoon. ആർക്കെങ്കിലും സ്കൂളിലെ ക്ലാസ്സുകൾ ഉണ്ടോ ഈ സമയത്ത്? ഇല്ല സർ. ഓക്കെ, ഞാനത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രിഗണോമെട്രി അത്രയും ആവശ്യമുള്ള ഒരു ചാപ്റ്റർ ആണ്. ട്രിഗണോമെട്രി കുറെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് തോന്നിയിട്ടില്ലേ? ട്രിഗണോമെട്രി ഉണ്ടോ? അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ അടുത്ത വർഷം നമ്മുടെ സെക്കൻഡ് ഇയറിൽ 6 ചാപ്റ്റേഴ്സിൽ എന്ത് വരുന്നുണ്ട്? ട്രിഗണോമെട്രിക് റിസൾട്ടുകൾ വരുന്നുണ്ട്. മൊത്തം 13 ചാപ്റ്റർ ഉള്ളത്, അതിൽ 6 ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആകെ വരാത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ള 2 ചാപ്റ്റർ ആണ്. ഇത് ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള മെട്രിക്സും അതേപോലെ തന്നെ ഡിറ്റർമിനന്റ്, പിന്നെ ഒരു LPP എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ബാക്കി എല്ലാ ചാപ്റ്ററിലും ട്രിഗണോമെട്രി അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസുകൾ, ഇക്വേഷൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ട്രിഗണോമെട്രി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രിഗണോമെട്രി ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആയി മാറിയത്? അതോടെ ഒന്ന് പറഞ്ഞു തന്നെ. എന്തുകൊണ്ടാണ് ട്രിഗണോമെട്രി ടഫ് എന്ന് പറയുന്നത്? ട്രിഗണോമെട്രി അതിൽ കുറെ ബൈഹാർട്ട് ചെയ്യാനുണ്ട്, കുറെ ബൈഹാർട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പൊ അവിടെ തന്നെയാണ് ഇതിലെ കാര്യമുള്ളത്. അതായത് നമ്മളത് പഠിച്ചു വെക്കുന്ന രീതിയിൽ എങ്ങനെ പഠിച്ചു വെക്കുന്നു, എങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് എങ്ങനെ അത് പഠിച്ചു വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നതും അത് വെറുതെ ബൈഹാർട്ട് ചെയ്യുന്നതും മനസ്സിലാക്കി വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ റിസൾട്ടുകൾ ശരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലങ്ങൾ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരു പ്രോബ്ലം പോലും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ആ റിസൾട്ടുകൾ അടുത്ത ഒരു 1.5 hours നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ റിസൾട്ടുകൾ ഒന്ന് കീറി മുറിച്ചിട്ട് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഒരുപാട് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. എന്നാൽ എനിക്കറിയാവുന്ന ഞാൻ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഓരോരുത്തർ പഠിക്കുന്ന സമയത്ത് ഓരോരോ ഷോർട്ട് കട്ടുകളൊക്കെ നിങ്ങൾ തന്നെ പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ട്രിക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കില്ലേ? അതേപോലുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പഠിക്കുക, അല്ലാത്ത രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള രീതിയിൽ പുതിയ മെത്തേഡ് ഉണ്ടാക്കിയിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, എനിവേ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇക്വേഷൻസുകൾ മുഴുവനായിട്ട് ഒന്ന് എന്താണ് അതൊന്ന് കീഴടക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും 2-3 ക്ലാസ് ട്രിഗണോമെട്രിക്ക് വേണ്ടി മാറ്റി വെക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിലെ ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. പ്രൂഫിന്റെ ഒരു എക്സസൈസ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസുകളൊക്കെ അറിഞ്ഞിരിക്കുകയും വേണം. ഈ ഇക്വേഷൻസുകളെ ഫോക്കസ് ഏരിയക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. ഫോക്കസ് ഏരിയയിൽ എന്തായാലും ഇക്വേഷൻ പഠിക്കണം, അതിനു വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, നമുക്ക് സെക്കൻഡ് ഇയറിൽ കൂടി വേണ്ടിയാണ്. ഓക്കെ, ആ ഒരു ചിന്ത മനസ്സിൽ വേണം. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ചാപ്റ്ററിനെ ഫേസ് ചെയ്യാൻ. ഇത് ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് ഇതിന്റെ ഒരു വാല്യൂ, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നതാണ്. നമുക്ക് പോകാല്ലേ ചാപ്റ്ററിലേക്ക്? ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും പഠിക്കേണ്ട. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സാധാരണ നോട്ട്സ് എഴുതിയിടുന്നില്ല, നിങ്ങൾ റഫായിട്ടുള്ള നോട്ടോ അല്ലെങ്കിൽ പേപ്പേഴ്സോ ഉണ്ടെങ്കിൽ അത് മതി. നോട്ട്സ് പിന്നീട് എഴുതിയെടുക്കാം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ആക്ടിവിറ്റീസ്, ഞാൻ ചില ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസിനെ ഒന്ന് കീറി മുറിച്ച് നോക്കുക. എന്നിട്ട് ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യുന്ന അറിയോ, ഇതിന്റെ ബാക്കി ക്ലാസ് അല്ല, ഇതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നാളെ മോർണിംഗ് സെഷനിൽ, നാളെ 5:30 സെഷനിൽ ഞാൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലാസ് അല്ല, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ, കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരും. അതോടുകൂടി നമുക്ക് ഈ ട്രിഗണോമെട്രിക് റിസൾട്ടുകളെ മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ നമുക്കൊന്ന് പിടിച്ചെടുക്കാൻ പറ്റുക തന്നെ വേണം. ഓക്കെ, സോ നമുക്ക് പോവാം, ചാപ്റ്ററിലേക്ക് പോവാം. ആദ്യത്തത്, ഫസ്റ്റ് ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഐഡന്റിറ്റീസ്. ബേസിക് ഐഡന്റിറ്റി പറയുന്നതിന് മുന്നേ ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു ട്രിഗണോമെട്രിയിൽ എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ എന്നുള്ളത്. എന്താ ഒരു ട്രിഗണോമെട്രി, നമ്മളൊരു ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ആംഗിൾ തീറ്റ എന്ന് എടുക്കാന്നുണ്ടെങ്കിൽ
ഈ തീറ്റയിൽ ഇതെന്താണ്? അഡ്ജസന്റ് സൈഡ് ആണ് അല്ലെ? അഡ്ജസന്റ് സൈഡ്, ഇത് അഡ്ജസന്റ് സൈഡ് ആണ്. ഈ തീറ്റനെ കമ്പയർ ചെയ്യുന്ന സമയത്താട്ടെ ഇത് അഡ്ജസന്റ് സൈഡ്, ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇത് ഹൈപ്പോട്ട്ന്യൂസ്. ഹൈപ്പോട്ട്ന്യൂസ്. ഓക്കെ. അപ്പൊ ഇതിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാൻ ഇതിന് വേണമെങ്കിൽ സൈഡിന് പേര് കൊടുക്കുകയാണ്. സൈഡിന് പേര് കൊടുക്കുക, അല്ലെങ്കിൽ സൈഡിന് ഇങ്ങനെ തന്നെ ആക്കട്ടെ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ adjacent side by adjacent side divided by hypotenuse. Tan theta എന്താണ്? Tan theta side by adjacent side. Opposite side by adjacent side. Opposite side by adjacent side. കുട്ടികളെ ഇതിൽ ഞാൻ ഇത്രയും ബേസിക് ആയിട്ട് പറയുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള ആളുകൾക്കൊന്നും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യേണ്ട. കാരണം ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാനുണ്ട് കേട്ടോ. ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും A to Z ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ദെൻ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ, സൈൻ തീറ്റയുടെ നേരെ റെസിപ്രോക്കൽ നമ്മൾ എന്താ വിളിക്കുക? സൈൻ തീറ്റയുടെ കൊസീക് തീറ്റ എന്നാണ് വിളിക്കുക. കൊസീക് തീറ്റ. സൈൻ തീറ്റയുടെ നേരെ റെസിപ്രോക്കലിനെ കൊസീക് തീറ്റ എന്നാണ് വിളിക്കുക. ഈ കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ റെസിപ്രോക്കൽ ആണ് കേട്ടോ. സൈൻ്റെ റെസിപ്രോക്കൽ ആണ്. എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? ഹൈപ്പോട്ട്ന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ട്ന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതേപോലെ കോസ് തീറ്റയുടെ നേരെ റെസിപ്രോക്കൽ നമ്മൾ എന്താ വിളിക്കുക? സീക്ക്. കൊസീക്. ഇത് കൊസീക്ക്. ഇനിയിപ്പോ ഇനി വീണ്ടും കൊസീക്ക് എന്ന് പറയും. ഇതെന്താ പറയാ? sec theta. So sec theta എന്ന് പറഞ്ഞാല് 1 by cos theta. 1 by cos theta. Sec theta എന്ന് പറഞ്ഞാല് 1 by cos theta. അതേപോലെ tan theta റെസിപ്രോക്കൽ നമ്മൾ എന്താ വിളിക്കുക? tan theta റെസിപ്രോക്കൽ എന്താ വിളിക്കുക? cot theta. Yes, very good. 1 by tan theta. Okay. അപ്പോൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഐഡന്റിറ്റീസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടാനെക്സും കോട്ടെക്സും. ടാനെക്സിന്റെ ഒരു റിസൾട്ട് ആണ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. എല്ലാവർക്കും അറിയുന്ന റിസൾട്ട് അല്ലേ? ടാനെക്സിന്റെ ഒരു റിസൾട്ട് ആണ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പൊ ഹൈപ്പോട്ട്ന്യൂസ് രണ്ടും കട്ടായി പോകും. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അതെന്തായിരിക്കും? ടാൻ തീറ്റ ആയിരിക്കും. അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇവിടെ ഞാൻ എക്സ് വെച്ചിട്ടാണുള്ളത്. അപ്പൊ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു sin x divided by cos x. sin x divided by cos x. അങ്ങനെയാണെങ്കിൽ cot x അതിന്റെ നേരെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? cot x നെ എങ്ങനെ എഴുതാം? ഇന്ററാക്ട് ചെയ്യണേ. cos x divided by sin x. cos x divided by sin x. ഞാൻ ഈ പറയുന്ന റിസൾട്ടുകളിൽ ഏതെങ്കിലും റിസൾട്ടുകൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം അത് ക്ലിയർ ചെയ്ത് തന്നെ പോകണം. ഓരോ റിസൾട്ടുകളും നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറന്നുപോല. ഇത് മറന്നു പോകാണ്ടിരിക്കാനുള്ള മറ്റൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മറന്നു പോകാണ്ടിരിക്കാനുള്ള. നമ്മൾ കമ്പ്യൂട്ടറിനോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനോട് മറന്നുപോകുമോ? എപ്പോഴെങ്കിലും മറന്നുപോകുമോ കുട്ടികളെ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു സോങ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഹിന്ദി സോങ് ഉണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഹിന്ദി സോങ് ഉണ്ട്. ആ ഹിന്ദി സോങ് നിങ്ങൾ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലോക്കൽ ഡിസ്ക് ഡിയിൽ സോങ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ അവിടെ ഹിന്ദിയിൽ കൊണ്ടുപോയിട്ടാണ് ആ സോങ് സേവ് ചെയ്ത് വെക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സോങ് അവിടെ തന്നെ കാണൂലേ? കമ്പ്യൂട്ടറിനോട് മറന്നു പോകും. കമ്പ്യൂട്ടർ പറയാണ് ഞാൻ അന്ന് നിങ്ങൾ തന്നപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പൊക്ക് ഓർമ്മയില്ല എന്ന് കമ്പ്യൂട്ടർ പറയോ? ഇല്ല.
എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് അങ്ങനെ ഒരു മറവി അവിടെ ഇല്ലാത്തത്? കൃത്യമായിട്ട് കമ്പ്യൂട്ടർ പറഞ്ഞു തന്നു, അത് ലോക്കൽ ഡിസ്ക് ഡേയിലാണ്, അതിൽ സോങ്സിൽ ഹിന്ദി എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്തുണ്ട് എന്ന് കമ്പ്യൂട്ടർ എങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു? അതിന്റെ റീസൺ ആർക്കെങ്കിലും അറിയോ? എന്തുകൊണ്ടായിരിക്കും? സേവ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. സേവ് ചെയ്ത് വെച്ചു എന്നുള്ളതിനേക്കാൾ അവിടെ അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മെത്തേഡാണ്, കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുന്ന മെത്തേഡാണ് നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ, കേസ് ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നത് അത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് സേവ് ചെയ്ത് വെക്കുന്നത് എല്ലാ കാര്യങ്ങളും. നിങ്ങളെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 1000 പുസ്തകങ്ങൾ കൊണ്ടുതരാണ്. 1000 പുസ്തകങ്ങൾ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ഹിന്ദിയും ഇംഗ്ലീഷും സോഷ്യൽ സ്റ്റഡീസും എല്ലാം കൂടി, അതെല്ലാം കൂടി നിങ്ങളെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അതിൽ ഓരോ പുസ്തകങ്ങൾ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? അതായത് ഞാനൊരു 1000 പുസ്തകം തന്നിട്ട് ഒരു മാത്സിന്റെ പുസ്തകം എടുത്തുതരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ എടുത്തുതരാൻ കഴിയോ? 1000 ബുക്കുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ 1000 പുസ്തകത്തിൽ നിന്ന് മാത്സിന്റെ ഒരു പുസ്തകം എടുത്തുതരാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയോ? പെട്ടെന്ന് കഴിയോ? ഒരുപാട് സമയം എടുക്കും. അതേസമയം കിട്ടിയ 1000 ബുക്കുകളെ നിങ്ങൾ 4 ഷെൽഫുകളിലാക്കി മാറ്റി. അതെന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് പറയുന്ന ഷെൽഫുകളിലാക്കി മാറ്റി. അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് മാറ്റിനെങ്കിൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല, അല്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് കുറെ ഫോൾഡറുകളാണ് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ ഫോൾഡറുകളാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറന്നുപോകില്ല. അപ്പൊ ഞാനിങ്ങനെ ഓരോ സെറ്റ് ഇക്വേഷൻസിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പഠിപ്പിച്ചു തരുന്ന ഓരോ സെറ്റ് ഓഫ് ഇക്വേഷൻസിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പേരിൽ ആ ഫോൾഡറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ ഫോൾഡറാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് എന്തൊക്കെ ഉണ്ട് കുട്ടികളെ? എന്തൊക്കെ ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്? എന്തൊക്കെ വരുന്നുണ്ട്? ഇപ്പോ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചെന്ന ഫോൾഡറാണ്, ഇപ്പൊ മറന്നു വരുന്നത്. സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണ്, കൊസീക്ക്, സീക്ക്, കോട്ട് എന്താണെന്നുള്ളത് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ടാൻ എക്സ് കോട്ടെക്സിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഫോർമുല. ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം, അതേപോലെ കോട്ടെക്സിനെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഒന്നാമത്തെ ഫോൾഡറിലുള്ള എല്ലാ ആൾക്കാരെയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ഫോൾഡറിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ അതെന്താന്നുള്ളത് പഠിച്ചു വെക്കണം. പിന്നെ എന്താണ് കൊസിക് തീറ്റ, സിക് തീറ്റ, കോട്ട് തീറ്റ എന്നുള്ളത് പഠിച്ചു വെക്കുകയും വേണം. കൂട്ടത്തില് ടാൻ എക്സിനും കോട്ടെക്സിനും ഒരു സെപ്പറേറ്റ് 2 ഫോർമുലകളിൽ കൂടി വന്നു കഴിഞ്ഞാൽ എന്തായി? ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഫോൾഡർ ഫുള്ളായി. ബേസിക് ഐഡന്റിറ്റി അത്രേ ഉള്ളൂ. ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിന്റെ അകത്ത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോൾഡറിലേക്ക് പോയിക്കൂടെ? ഈ ഒന്നാമത്തെ ഫോൾഡർ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഒന്നാമത്തെ ഫോൾഡർ ഇനി ഞാൻ ചോദിക്കട്ടോ, ഞാൻ ബേസിക് ഐഡന്റിറ്റി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ അടുക്ക് എനിക്ക് ഏതെങ്കിലും ഫോൾഡർ യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ബേസിക് ഐഡന്റിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല സാറേ എന്ന് പറയരുത്. ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 6 റിസൾട്ടും ഇതിനോടൊപ്പം ഈ 2 റിസൾട്ടും മൊത്തം 8 റിസൾട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, 8 റിസൾട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇപ്പൊ തന്നെ 8 റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടോ. അപ്പൊ പക്ഷെ എണ്ണ അത്ര വലിയൊരു നമ്പർ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പഠിച്ചിട്ടുള്ളത് വലിയൊരു നമ്പർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ രണ്ടാമത്തെ സെറ്റ്, രണ്ടാമത്തെ ഫോൾഡറിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. രണ്ടാമത്തെ ഫോൾഡറിലേക്ക്. ആ ഒരു ഫോൾഡറിൽ എനിക്ക് പഠിക്കാനുള്ളത് പൈതഗോറസ് ഐഡന്റിറ്റി ആണ് പഠിക്കാനുള്ളത്. പൈതഗോറസ് ഐഡന്റിറ്റി. പൈതഗോറസ് ഐഡന്റിറ്റി പൈതഗോറസ് ഐഡന്റിറ്റി പൈതഗോറസ് ഐഡന്റിറ്റി പറയുന്ന സമയത്ത് ഒരു കാര്യം പഠിപ്പിച്ചതാണ്. ഇത് തീറ്റ. ഓക്കെ, ഇത് അഡ്ജസന്റ് സൈഡ്. ഞാൻ പേര് കൊടുക്കുകയാണ്, ജസ്റ്റ് പേര് കൊടുക്കുകയാണ്. എ ബി സി എന്ന് പേര് കൊടുക്കുകയാണ്. എ ബി സി എന്ന് പേര് കൊടുക്കുകയാണ്. എന്താ കുട്ടികളെ സൈൻ തീറ്റ വരിക? വാട്ട് ഇസ് സൈൻ തീറ്റ? ഒന്നാമത്തെ ഫോൾഡറിൽ വെച്ചിട്ട് പറഞ്ഞു തരണം. സൈൻ തീറ്റ എന്താ വരിക? Opposite side by AC. BC by AC. BC by AC. BC by AC. ഓക്കെ, അതേപോലെ കോസ് തീറ്റ എന്താ വരിക? AB by AC. AB by AC. AB by AC. ഞാനൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ് ചെയ്യാൻ പോകുന്നത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഈ സൈൻ തീറ്റ ബി സി ബൈ എ സി ആണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്താ വരിക?
ഇതിന്റെ സ്ക്വയർ അല്ലേ? ഇതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാല് BC by AC whole square. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂടെ, BC സ്ക്വയർ ഡിവൈഡഡ് ബൈ AC സ്ക്വയർ ഇരിക്കൂടെ? എഴുതാം. സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ തീറ്റ AB square by AC square. AB സ്ക്വയർ ബൈ AC സ്ക്വയർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അത് LCM ആയിട്ട് എടുത്തൂടെ? AC സ്ക്വയർ. Yes. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താ ഉണ്ടാവുക? BC സ്ക്വയർ പ്ലസ് AB square. AB സ്ക്വയർ. എന്താ കുട്ടികളെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ പൈതഗോറസ് തിയറം എന്താണ്? പൈതഗോറസ് തിയറം Base square plus altitude square equal to hypotenuse square. വെരി ഗുഡ്. ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഹൈപ്പോട്ടെന്യൂസിന്റെ സ്ക്വയർ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന സാധനം തന്നെ. അതാണ് പൈതഗോറസ് തിയറം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പൈതഗോറസ് തിയറം പഠിക്കുന്നത്. പൈതഗോറസ് തിയറം. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്താ കിട്ടുക? പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് എന്താ കിട്ടുക? AB സ്ക്വയർ പ്ലസ് BC square. AC square. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? AC square. അപ്പൊ AC സ്ക്വയർ. ഡിനോമിനേറ്ററിലും AC സ്ക്വയർ ആണുള്ളത്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പൈതഗോറസ് ഐഡന്റിറ്റി ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇനി മറന്നുപോവോ? ഈ റിസൾട്ട് മറന്നുപോവോ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഈ തിയറി ഈ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്? എന്ത് യൂസ് ചെയ്തിട്ടാണ്? പൈതഗോറസ് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ്. പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇതിന് ഞാൻ എന്താ പേര് വിളിക്കുന്നത്? പൈതഗോറസ് ഐഡന്റിറ്റി. ഇതിന് ഞാൻ വിളിക്കുന്ന പേര് പൈതഗോറസ് ഐഡന്റിറ്റി എന്നാണ് ഞാൻ പേര് വിളിക്കുന്നത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത് നിൽക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ. ഇതില് രണ്ട് ചെറിയ റിസൾട്ട് കൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പുതുതായിട്ടൊന്നും ബൈഹാർട്ട് ചെയ്ത് ഉണ്ടാക്കുകയല്ല. ഞാൻ ഇവിടുന്ന് തന്നെ രണ്ട് പുതിയ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ഈ തന്നിരിക്കുന്ന എല്ലാ റിസൾട്ടിനെയും ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്? ഇതൊരു റിസൾട്ടാണ് കേട്ടോ. ഞാൻ ഇതിനെ എല്ലാത്തിനെയും സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എല്ലാത്തിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട്. അപ്പൊ ആദ്യം ഇവിടെ എന്താ ഉണ്ടാവുക? സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ Sin square theta. ഇവിടെ എന്താ ഉണ്ടാവുക? Cos square theta divided by sin square theta. 1ന്റെ എവിടെയും ഡിവൈഡ് ചെയ്യണം. 1 by sin square theta. 1 by sin square theta. ഓക്കെ. sin square theta by sin square theta എന്ന് പറഞ്ഞാൽ 1. ഈ cos theta by sin theta നമ്മൾ ബേസിക് ഐഡന്റിറ്റിയിലെ റിസൾട്ട് ആയിരുന്നു. cos theta by sin theta എന്താണ്? Cot theta. cot theta. theta. അപ്പൊ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് എന്തുണ്ടാവും? Cot square theta. cot square theta. അതേപോലെ സൈൻ സ്ക്വയർ തീറ്റന്റെ 1 by sin theta ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 1 by sin theta. 1 by sin theta എന്തായിരുന്നു? ബേസിക് ഐഡന്റിറ്റി പഠിപ്പിക്കുന്നു. Cosec theta. cosec theta. വെരി ഗുഡ്. cosec. അപ്പൊ ഇവിടെ cosec square theta. cosec square theta. So 1 plus cot square theta is equal to cosec square theta. ഞാൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി 1നെ അവിടെ വെച്ചിട്ട് cosec square theta ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ 1 ഈക്വൽ ടു എന്താ കിട്ടുക? cosec square theta minus cot square theta. സാധാരണ 1 നമ്മൾ റൈറ്റ് സൈഡിലാണ് എഴുതി കൊടുക്കല്. അതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ എഴുതി. cosec square theta minus cot square theta is equal to 1. ഇതിനെയും വിളിക്കുന്ന പേര് പൈതഗോറസ് ഐഡന്റിറ്റി തന്നെയാണ്. 3 പൈതഗോറസ് ഐഡന്റിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ രണ്ടാമത്തെ പൈതഗോറസ് ഐഡന്റിറ്റി ആണ് ഇത്. ഒന്നാമത്തെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ പൈതഗോറസ് ഐഡന്റിറ്റി. ഇത് രണ്ടാമത്തെ പൈതഗോറസ് ഐഡന്റിറ്റി. ഇനി മൂന്നാമത്തെ കിട്ടാൻ വേണ്ടി കുട്ടികളെ ഞാൻ ചെയ്യുന്ന കാര്യം, ഫസ്റ്റ് ഇക്വേഷൻ ഇല്ലേ, ഫസ്റ്റ് പൈതഗോറസ് ഐഡന്റിറ്റി, അതിന് ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? cos square theta കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഇസ് ഡിവൈഡഡ് ബൈ cos square theta. ഇവിടെ ഫസ്റ്റ് ഇസ് ഡിവൈഡഡ് ബൈ sin square theta. അപ്പൊ എല്ലാത്തിനും ഞാൻ cos square theta കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം എന്താ ഉണ്ടാവുക? sin square theta ഡിവൈഡഡ് ബൈ cos square theta. അതേപോലെ cos square theta ഡിവൈഡഡ് ബൈ cos square theta which is equal to 1 by
cos square theta. Sin square theta by cos square theta എന്താണ്? Tan theta. അതായത് tan square theta. Cos square theta by cos square theta എന്താണ്? 1. 1. 1 by cos square theta എന്താണ്? Sec theta. 6 square theta. Square. ഇനി ഈ tan square theta റൈറ്റ് സൈഡ് കൊണ്ടായാൽ എനിക്ക് എന്താ കിട്ടുക? 1 is equal to sec square theta minus Square theta minus tan tan square square theta. theta. ഞാൻ കാര്യം ചെയ്യാൻ നേരത്തെ ഇതേപോലെ തന്നെ 1 എന്ത് ചെയ്തതാണ്? റൈറ്റ് സൈഡിലേക്ക് മാറ്റിയതാണ്. സോ sec square theta minus tan square theta. അപ്പൊ ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ ഫോൾഡർ കംപ്ലീറ്റ് ആവുകയാണ്. രണ്ടാമത്തെ ഫോൾഡറിൽ 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് 3 ഇക്വേഷൻസ്? ഏതൊക്കെ കുട്ടികളെ? sin square theta plus cos square theta is equal to 1. അടുത്ത റിസൾട്ട് sec square x minus tan square x equal to theta എന്നോ x എന്നോ എന്തായാലും പ്രശ്നമില്ല കേട്ടോ. sec square x minus tan square x equal to 1. cosec square x minus cot square x equal to 1. ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുക ഈ റിസൾട്ടുകൾ പറഞ്ഞ് അങ്ങ് പഠിച്ചോളാം. ഓക്കെ, ഞാൻ ഇത് എന്താണെന്നുള്ളതിന്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തന്നു. ഒന്നാമത്തേൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണം. ഇതൊന്നും എഴുതി നോക്കരുത്. ഇതെല്ലാത്തിനെയും സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ്, അപ്പൊ അത് റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ റിസൾട്ടുകൾ കളക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, റിസൾട്ടുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1. sec square x minus tan square x എന്താണ്? 1. cosec square x minus cot square x എന്താണ്? 1. അപ്പോൾ ആ 3 റിസൾട്ട് ആണ് നമ്മുടെ രണ്ടാമത്തെ ഫോൾഡറിന്റെ അകത്ത് വരുന്നത്. സെക്കൻഡ് ഫോൾഡറിനകത്ത് വരുന്നത് ഈ 3 റിസൾട്ടുകളാണ്. ഓക്കെ, അപ്പൊ ഞാൻ 2 ഫോൾഡർ ഡിസ്കസ് ചെയ്തു. ഒന്നും കൂടി ഞാൻ ആദ്യത്തെ ഫോൾഡറിലേക്ക് പോവാണ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് വീണ്ടും മുന്നേ കാര്യങ്ങൾ പഠിച്ചത് അതിനോട് കൂടി ചേർത്ത് പഠിച്ചു പോവുകയാണെങ്കിൽ ഒരിക്കലും മറന്നുപോകില്ല. ഫസ്റ്റത്തെ ഐഡന്റിറ്റീസ് ഞാൻ ഒന്നും കൂടി പറയാണ്. അതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് 8 റിസൾട്ടുകളാണ്. എന്താണ് സൈന്, കോസ്, ടാൻ എന്ന് പറയണം. അതേപോലെ തന്നെ കൊസീക്ക്, സീക്ക്, കോട്ട് എന്താണെന്ന് അറിയണം. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1 by sin theta, സീക്ക് 1 by cos theta, കോട്ട് 1 by tan theta. ഇനി ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x by cos x, കോട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x by sin x. പിന്നെ ഞാൻ നേരെ രണ്ടാമത്തെ ഫോൾഡറിലേക്ക് വന്നു. പൈതഗോറസ് ഐഡന്റിറ്റി. അവിടെ 3 റിസൾട്ടുകളാണ് കിടക്കുന്നത്. sin square x plus cos square x equal to 1, sec square x minus tan square x equal to 1, cosec square x minus cot square x equal to 1. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് ഇയറിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന റിസൾട്ടിൽപ്പെട്ട റിസൾട്ടുകളാണ് ഈ റിസൾട്ടുകൾ. ഓക്കെ ആണോ? ഈ രണ്ട് ഫോൾഡറുകൾ ഓക്കെ ആണെങ്കിൽ ആ ഫോൾഡറിന്റെ പേര് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രൊസീജിയർ പറഞ്ഞുതരാം. ബുക്കിന്റെ ബാക്കിൽ ഈ പേര് മാത്രം ഒന്ന് എഴുതി വെച്ചേക്കുക. ബുക്കിന്റെ ബാക്ക് സൈഡിൽ ബേസിക് ഐഡന്റിറ്റി എന്ന് മാത്രം എഴുതാം. അതിനുശേഷം പൈതഗോറസ് ഐഡന്റിറ്റി എന്ന് മാത്രം എഴുതാം. ഈ ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്ന പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ടുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ട്രിഗണോമെട്രിയിലുള്ള ആ 8 റിസൾട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? വരണം. വന്നിട്ടില്ലെങ്കിൽ വന്നേ മതിയാകൂ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വീണ്ടും റീകളക്ട് ചെയ്ത് വായിച്ചു നോക്കണം. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ബുക്ക് നോക്കി അങ്ങനെ വായിക്കല്ല വേണ്ടത്. നിങ്ങൾ ഈ ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഫോൾഡറിന്റെ പേര് മാത്രം നോക്കുക. എന്നിട്ട് ആ 8 റിസൾട്ടുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ആ 8 റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഫോൾഡർ പൈതഗോറസ് ഐഡന്റിറ്റിയിലുള്ള 3 റിസൾട്ടുകൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കുക. പൈതഗോറസിൽ ശരിക്കും 1 പഠിച്ചാൽ 2 അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ? 1 പഠിച്ചാൽ പോരെ? 1 പഠിച്ചാൽ പോരെ കുട്ടികളെ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇക്വൽ ടു 1 വെച്ചിട്ടല്ലേ ഞാൻ പിറ്റേത്തെ 2 ഉണ്ടാക്കിച്ചത്, അതിന് ശേഷമുള്ള 2 ഉണ്ടാക്കിയത്. അപ്പോൾ 1 പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് കളക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് പൈതഗോറസ് ഐഡന്റിറ്റിയിൽ വരുന്ന 3 റിസൾട്ടുകൾ. ഓക്കെ, ഇത് നമ്മളെ ഈ പറഞ്ഞ ഫോൾഡേഴ്സിൽ പെട്ട ഒരാളൊന്നുമല്ല. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് അറിയോ കുട്ടികളെ? വാല്യൂസ് എല്ലാവർക്കും അറിയോ? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് ആർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടോ? പെട്ടെന്ന് ഓർമ്മ അറിയില്ല, പെട്ടെന്ന് ഓർമ്മയിൽ ഉണ്ടാവില്ല. ഞാൻ ചെറിയൊരു മെത്തേഡ് പറഞ്ഞുതരാട്ടോ. അത് അറിയുന്ന ആൾക്കാർ ഇത് അപ്ലൈ ചെയ്യുന്ന വേണ്ട. പെട്ടെന്ന് ചില ആൾക്കാർ നമ്മൾ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു മെത്തേഡ് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് അറിയാത്ത ആൾക്കാർ മാത്രം. അറിയുന്ന ആൾക്കാർ ഞാൻ ഈ പറയുന്ന മെത്തേഡ് നോക്കേ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുട്ടികളെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുക? നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെയല്ലേ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാവുക?
ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ്. ഇത് ഏറ്റവും ചെറിയ, ഇത് ചിഹ്നം വിരലാണ്, ഏറ്റവും ചെറിയ വിരലാണ് ഈ ഒരു വിരല്. ഇത് നിങ്ങൾ എന്തായിട്ട് എടുക്കാന്നറിയോ? ഇത് 0 ഡിഗ്രി എന്ന് പറയുന്നത് 0 ഡിഗ്രി. അതിനുശേഷം വരുന്ന ഈ ഒരു ആംഗിൾ, ഈ ഒരു വിരൽ എന്ന് പറയുന്നത് 30 ഡിഗ്രി. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് 45 ഡിഗ്രി. ഫോർ ഫിംഗർ എന്ന് പറയുന്നത് 60 ഡിഗ്രി. തമ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇത് നിങ്ങൾ മനസ്സിൽ കണ്ടെത്തുക. ഓക്കെ, 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഈ എടുത്തിട്ടുള്ളത് ഏറ്റവും ചെറിയ വിരൽ, ഏറ്റവും ചെറിയ വിരൽ 0 ഡിഗ്രി ആണ്. അതിനുശേഷമുള്ളത് 30 ഡിഗ്രി ആണ്. അതിനുശേഷമുള്ളത് 45 ഡിഗ്രി. അതിനുശേഷമുള്ളത് 60 ഡിഗ്രി. അതിനുശേഷമുള്ളത് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി വാല്യൂസ് എടുക്കാൻ പോവാണ്. വാല്യൂസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. എനിക്ക് ആദ്യം വേണ്ടത് sin 0 ആണ്. sin 0. ഞാൻ ആദ്യം സൈൻ്റെ ആട്ടോ കാണാൻ പോകുന്നത്. സൈൻ്റെ എനിക്ക് sin 0 കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ 0ന്റെ റൈറ്റ് സൈഡിൽ എത്ര വിരലുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 0ന്റെ റൈറ്റ് സൈഡിൽ വിരലുണ്ടോ? 0ന്റെ റൈറ്റ് സൈഡിൽ വിരലുകൾ ഉണ്ടോ? ഫിംഗേഴ്സ് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ 0 ഡിവൈഡഡ് ബൈ 4 എന്ന് എടുക്കുക. ഡിവൈഡഡ് ബൈ 4 എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. ഡിവൈഡഡ് ബൈ 4 എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ 0/4 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പൊ 0ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. ഇനി sin 30ന്റെ വാല്യൂ കിട്ടണം എന്ന് വിചാരിക്കുക. sin 30 ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രിന്റെ ഈ രണ്ടാമത്തെ ഫിംഗറിന്റെ റൈറ്റ് സൈഡിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 1. സോ 1 ഡിവൈഡഡ് ബൈ 4. അതിന്റെ റൂട്ട് എടുത്ത് എത്ര ഉണ്ടാവുക? 1/4ന്റെ റൂട്ട് എടുത്താലേ 1/2. 1ന്റെ റൂട്ട് 1 ആണ്, 4ന്റെ റൂട്ട് 2 ആണ്. സോ 1/2. ഓക്കെ, അഗൈൻ 45 ഡിഗ്രി. sin 45 ഡിഗ്രി എനിക്ക് കാണണമെന്ന് വിചാരിക്കുക. sin 45 ഡിഗ്രി കാണുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 2 ഡിവൈഡഡ് ബൈ 4 എടുക്കുക. ഓക്കെ, അപ്പൊ 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2ന്റെ റൂട്ട് എടുത്ത് എത്ര ഉണ്ടാവുക? 1/√2. 1/√2. ഇനി അതേപോലെ sin 60 എടുക്കുമ്പോൾ എത്ര വരിക? √3/4. sin 60 എടുക്കുമ്പോൾ √3/4 അല്ലെ? 3/4, അതായത് √3/4 എന്ന് വെച്ചാൽ അതിനെ ചെറുതാക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? √3/2, കാരണം 4ന്റെ റൂട്ട് 2 അല്ലേ? അതേപോലെ sin 90 ഡിഗ്രി എത്ര ഉണ്ടാവും? √4/4. 1. അപ്പൊ ഇങ്ങനെ വാല്യൂസ് കാണാം. നിങ്ങളുടെ കയ്യിൽ തന്നെ വാല്യൂസ് ഒക്കെ ഉണ്ട്. 0, 30, 45, 60, 90 ഡിഗ്രീസിന്റെ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിക്കാം. കുറച്ച് കഴിഞ്ഞാൽ ഈ വിരലെണ്ണി നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അല്ലാണ്ട് തന്നെ നിങ്ങൾ അത് എന്ത് ചെയ്യും? ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ കയറി പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പം വാല്യൂസ് പറയുന്ന സമയത്ത് പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ എണ്ണി നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടല്ലോ. 0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, sin 30 എന്ന് പറഞ്ഞാൽ 1/2, 45 എന്ന് പറഞ്ഞാൽ 1/√2, 60 എന്ന് പറഞ്ഞാൽ √3/2, 90 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇപ്പൊ സൈൻ്റെ കേസ് ഞാൻ പറഞ്ഞു തന്നു. ഇനി കോസിന്റെ വാല്യൂസ് കാണണമെന്ന് വിചാരിക്കുക. കോസിന്റെ വാല്യൂസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ആയിട്ട് കൗണ്ട് ചെയ്താൽ മതി. ഇപ്പം സൈൻ്റെ കേസിൽ നിങ്ങൾ എവിടേക്കാണ് കൗണ്ട് ചെയ്തത്? വിരലിന്റെ എണ്ണം അങ്ങോട്ട് റൈറ്റിലേക്കല്ലേ കൗണ്ട് ചെയ്തത് കുട്ടികളെ? നമ്മൾ കോസ് ആണെന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് ആയിട്ട് ലെഫ്റ്റിലേക്ക് കൗണ്ട് ചെയ്യാം. അപ്പൊ cos 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? cos 0 ഡിഗ്രി എത്ര വരിക? √4/4 √4/4 1. അപ്പൊ നേരെ കോസ് ആവുന്ന സമയത്ത് കൗണ്ട് ചെയ്യേണ്ടത്, ഇതിപ്പോ ഞാൻ കൗണ്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെയാണ് sin x-ന്റെയും cos x-ന്റെയും വാല്യൂസ് ഉള്ളത്. ഇനി tan x-ന്റെ വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. sin 0/cos 0, sin π/6/cos π/6, sin π/4/cos π/4. ഓക്കെ, ആ വാല്യൂസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാന്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, ഇത് ഫോൾഡറിലുള്ള ആളല്ല കേട്ടോ. ഇത് ഫോൾഡറിന്റെ പുറത്തുള്ള ആളാണ്. ഇത് നമ്മൾ ഒരു ചെറിയ ഒരു പുറത്ത് കിടക്കുന്ന ഒരാളായിട്ട് കണ്ടാൽ മതി. ഒരു ഫോൾഡറായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല വാല്യൂസ്. കാരണം വാല്യൂസ് മറന്നുപോയാലും നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ എഴുതിയെടുക്കാം. ശരിയല്ലേ? കാൽക്കുലേറ്റേഴ്സിൽ വാല്യൂസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാൽ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എൻട്രൻസിനൊക്കെ പോകുന്ന സമയത്തും വാല്യൂസ് ഒക്കെ അറിയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ കുട്ടികളെ, ഇതിൽ
ഇതാരും ചോദിച്ചില്ല. ഈ π/2, π/3, π/4, π/6 അങ്ങനെ എഴുതുന്നതിൽ അതെന്താ? ഞാൻ ഇവിടെ 0, 30, 45, 60 ആണ് എഴുതിയിട്ടുള്ളത്. അതെന്താ വ്യത്യാസം എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ആ ഒരു വ്യത്യാസം മനസ്സിലായോ? ഡിഗ്രിയിലും ഒന്ന് റേഡിയനിലുമാണ്. നിങ്ങൾ ഫിസിക്സിലൊക്കെ കുറെ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ ആ ഡിഗ്രി റേഡിയോ കൺവേർഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, കാരണം ഫോക്കസ് ഏരിയലിന്റെ പുറത്തുള്ളതായതുകൊണ്ട് ഞാൻ ആ ഭാഗം കൺസിഡർ ചെയ്തിട്ടില്ല. ഡിഗ്രി റേഡിയൻ കൺവേർഷന് അതെല്ലാവർക്കും അറിയോ? അറിയാത്തവരുണ്ടെങ്കിൽ പറയണേ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലാസ്റ്റ് ബസ്സാണ്. എപ്പോഴും നിങ്ങൾ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. ഡിഗ്രി റേഡിയൻ കൺവേർഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയൂല. അങ്ങനെ പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ മതി, നമുക്കത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തെടുക്കാം. ഓക്കെ, ഡിഗ്രി റേഡിയൻ കൺവേർഷൻ ആദ്യം ഡിഗ്രി ടു റേഡിയൻ ആക്കാം. ഡിഗ്രീന് ഇത് രണ്ട് കൺവേർഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു ക്വാണ്ടിറ്റി തന്നെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സാധനം തന്നെ ഇപ്പൊ വെളിച്ചെണ്ണ വാങ്ങുന്നതായിരിക്കും. വെളിച്ചെണ്ണ നമ്മൾ വാങ്ങുന്ന സമയത്ത് കിലോഗ്രാമിൽ വാങ്ങലുണ്ട്. ചില ആൾക്കാർ കിലോഗ്രാമിൽ വാങ്ങലുണ്ട്, ചില ആൾക്കാർ ലിറ്ററിൽ വാങ്ങലുണ്ട്. അപ്പൊ അത് രണ്ടിന്റെ കൺവേർഷൻ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. അതേപോലെ ദൂരം പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കിലോമീറ്ററിൽ പറയലുണ്ട്, അതേപോലെ മൈൽസിൽ പറയലുണ്ട്, മൈൽസ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസ് പോലെ തന്നെ നമുക്ക് ആംഗിൾ മെഷർമെന്റിന് വേണ്ടിയുള്ള രണ്ടാൾക്കാരാണ് ഡിഗ്രിയും റേഡിയനും. ഡിഗ്രിനെ എങ്ങനെയാണ് കുട്ടികളെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യല്? എങ്ങനെയാ ഡിഗ്രിനെ റേഡിയനിലേക്ക് മാറ്റല്? റേഡിയൻ is equal to π/180 into degree. π/180 into degree. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 30 ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കുക. 30 ഡിഗ്രി. ഈ 30 ഡിഗ്രിനെ എനിക്ക് റേഡിയനിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. റേഡിയനിലേക്ക് മാറ്റണം. അപ്പൊ റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30 ഡിഗ്രിനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 30യും ഈ 180യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ π/6. അപ്പൊ 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ എത്രയാണ് കുട്ടികളെ? 30 ഡിഗ്രി എത്ര വരിക? π/6. അതേപോലെ 45 ഡിഗ്രി എന്ന് പറഞ്ഞത് എത്ര വരിക? അറിയില്ല എന്ന് പറഞ്ഞ ആൾ ഒന്ന് പറഞ്ഞു തരണം. എങ്ങനെയാ ചെയ്യാ? 45 ഡിഗ്രിനെ എങ്ങനെ മാറ്റിയതും? എങ്ങനെയാണോ മാറ്റിയത് പറയണേ. π/4. അതായത് വായുതാണോ ആളെ പേര് പറയും? ജ്യോതിഷ്. അപ്പൊ ജ്യോതിഷ് പേര്, നിങ്ങളെ പേര് പറയണട്ടോ കുട്ടികളെ. അതായത് ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളെ പേരൊന്ന് പറഞ്ഞുതരാം. കാരണം ആ ഒരു ആൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനാട്ടോ ഞാൻ പേര് ചോദിക്കുന്നത്, വേറൊന്നിനുമല്ല. π/4 നമ്മൾ കിട്ടിയത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ π/180 into 45 ഡിഗ്രി. π/180 into 45 ഡിഗ്രി. അപ്പൊ 45ഉം 180 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ π/4. ഇനി 60 ഡിഗ്രി എങ്ങനെ ഉണ്ടാവുക ജ്യോതിഷേ? 60 ഡിഗ്രി π/3. π/180 into 60 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ π/3. 90 ഡിഗ്രിയോ? π/2. സോ π/180 into 90 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ 90 180 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ π/2. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി തന്നു കഴിഞ്ഞാൽ അതിനെ റേഡിയനിലേക്ക് മാറ്റുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഞാൻ 2 ഫോൾഡർ പറഞ്ഞു. ഫോൾഡറിൽ ഇല്ലാത്ത ഒരു ചെറിയ പരസ്യം പോലെ നമ്മളിപ്പോ ഒരു സിനിമ കാണുന്നവർ അതിന്റെ ഇടയിൽ കൂടി പരസ്യമൊക്കെ വരില്ല, അങ്ങനെ കണ്ടാൽ മതി. ചെറിയൊരു അഡ്വർടൈസ്മെന്റ് ആണ് ഇത്. നമ്മൾ ഈ ഒരു വാല്യൂസ്, ട്രിഗണോമെട്രിക് വാല്യൂസ് കാണാന്നുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ബുക്ക് അടിച്ചു വെക്കുക. എല്ലാവരും ബുക്ക് അടിച്ചു വെക്കാം. സർ, ആ ടാനെക്സ് കാണാൻ എന്തെങ്കിലും? ടാനെക്സ് കാണാൻ നിങ്ങൾ സൈനെക്സും കോസെക്സും കണ്ടിട്ട് ഡിവൈഡ് ചെയ്യാനേ പറ്റൂ. ഓക്കെ. എല്ലാരും ബുക്ക് അടിച്ചു വെച്ചില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പേര് വിളിക്കുന്ന ആൾക്കാരെ എനിക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം കേട്ടോ, ആൻസേഴ്സ് പറഞ്ഞുതരാം. അപ്പോഴേക്ക് പോയി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു 3-4 ആൾക്കാരെ ഡ്രോപ്പ് ചെയ്ത് പോയിക്കണേ. അങ്ങനെ പേടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കുട്ടികളെ. നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോൾ തല്ലാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, ഞാൻ ഇവിടെ അല്ലേ ഉള്ളത്.
അപ്പൊ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോണത് അത് നിങ്ങൾ അത്രയും പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ കുറെ പേര് പോയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അരുണിമ, ഞാൻ പറയുന്ന ആള് മൈക്ക് ഓൺ ആക്കണേ. അരുണിമ, അരുണിമ മൈക്ക് ഓൺ ആക്കി. കേൾക്കുന്നില്ലേ? കേൾക്കണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതിന് ആൻസർ പറഞ്ഞു തരണം. ടാൻ എക്സിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ടാൻ എക്സിന് sin x divided by cos x. sin x divided by cos x. Very good. അക്ഷയ്. യെസ്. അക്ഷയ്, പൈതഗോറസ് ഐഡന്റിറ്റി, ആദ്യത്തെ പൈതഗോറസ് ഐഡന്റിറ്റി ഏതാണ്? sin square theta plus cos square theta is equal to 1. Good. അനീസ്. ഹലോ, രണ്ടാമത്തെ പൈതഗോറസ് ഐഡന്റിറ്റി ഏതാണ്? സെക്കൻഡ് പൈതഗോറസ് ഐഡന്റിറ്റി. cosec square theta minus cot square theta is equal to 1. Yes, very good. ഐഷ റിഫ. Yes, sir. തേർഡ് പൈതഗോറസ് ഐഡന്റിറ്റി ഏതാണ്? Cosec square theta minus. അത് പറഞ്ഞു ഒന്നുകൂടി ഉണ്ട്, അതല്ലാത്തൊന്ന്. Sec tan square theta is equal to 1. Okay. Next, അൻസാഹ്. അൻസാഹ്, കോട്ടെക്സിന്റെ ഒരു എക്സ്പ്രഷൻ പറഞ്ഞു തന്നെ, നമ്മളെ ബേസിക് ഐഡന്റിറ്റിയിലുള്ളതാണ് കോട്ടെക്സ്. കോട്ടെക്സിന് ഞാനൊരു എക്സ്പ്രഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കോട്ടെക്സിന് കോട്ടെക്സ് 1/tan x എന്ന് എഴുതാം. അതല്ലാണ്ട് ഒന്നുകൂടി എഴുതാം. ഒന്നുകൂടി ഉണ്ട്. adjacent by opposite side. അതല്ല സൈനും കോസും ഒക്കെ ഉപയോഗിച്ചിട്ട് എഴുതാം. ടാൻ എക്സിന് നേരത്തെ അരുണിമ പറഞ്ഞു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന്. അതേപോലെ കോട്ടെക്സിന് എങ്ങനെ എഴുതാം? അത് cos x by sin x. cos x by sin x. ഓക്കെ, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടുകളൊക്കെ അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഈ പറഞ്ഞ റിസൾട്ടുകളൊക്കെ നമ്മൾ ഓരോ റിസൾട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് എനിക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ഓക്കെ, സോ ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഫോൾഡർ കഴിഞ്ഞു, പൈതഗോറസ് ഐഡന്റിറ്റി കഴിഞ്ഞു, അതിനുശേഷം വാല്യൂസ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിയാൻ കഴിയുന്ന വാല്യൂസ് തന്നെയാണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ഫോർമുലയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഫോൾഡറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അടുത്തൊരു ഫോൾഡറിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം കേട്ടോ. ഇത് ഫോർമുലകളൊന്നും കണ്ടുപിടിക്കണ്ട. ഫോർമുലകളെല്ലാം വരുന്ന ഫോർമുലകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. അതിൽ ഒരു സംശയം പേടിക്കേണ്ട, ഒരു സംശയം വിചാരിക്കേണ്ട. ഇത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്. സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിന്റെ അകത്ത് വരുന്നത് 6 ഇക്വേഷൻസുകളാണ് പഠിക്കാനുള്ളത്. 6 ഇക്വേഷൻസുകൾ. ഓക്കെ, അപ്പൊ ഇതില് എങ്ങനെ പഠിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. വെറുതെ ഞാൻ ഇക്വേഷൻസ് പറഞ്ഞു പോവല്ല, ആ ഇക്വേഷൻസ് എങ്ങനെ പഠിക്കുക എന്നുള്ള മെത്തേഡോട് കാണിച്ചു തരാം. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ കഴിയുന്നുണ്ടോ? മനസ്സിൽ ഓർത്തിരിക്കാൻ കഴിയുന്നുണ്ടോ? No, sir. ഇല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ചെറിയൊരു കാര്യം, അത് നിങ്ങൾ ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ ഇത്രയാണ് ആലോചിക്കേണ്ടത്, CDO. ഓർത്തിരിക്കാൻ പറ്റുമോ? പ്രശ്നമൊന്നുമില്ലല്ലോ. CDO ആലോചിച്ചൂടെ? CDO ഒന്ന് ആലോചിക്കാം. ഇനി CDOന്റെ ഫുൾ ഫോം ഞാനൊന്ന് പറഞ്ഞുതരാം. കോസ് ആണെങ്കിൽ ഡബിൾ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഓക്കെ, സർ CPO ആണോ CDO ആണോ? CD ആട്ടോ, CD ആണ്. CDO. കോസ് ആണെങ്കിൽ ഡബിൾ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. കോസ് ആണെങ്കിൽ ഡബിൾ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വരണം. ഇപ്പൊ കോസിന്റെ കേസ് വരുന്ന സമയത്ത് ഡബിൾ ആയിരിക്കും, ഡബിൾ ആയിട്ടാണ് ഉണ്ടാവുക, ഓപ്പോസിറ്റ് സൈനുമാണ് ഉണ്ടാവുക. കോസ് ആണെങ്കിൽ മാത്രം ഡബിൾ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ഉണ്ടാവുക.
അപ്പൊ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ മൂന്നാമത്തെ റിസൾട്ടിൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. മൂന്നാമത്തെ റിസൾട്ടിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ കോസ് ആണുള്ളത്. അപ്പൊ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞത് പ്രകാരം കോസ് ആണെങ്കിൽ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. ഡബിൾ ആയിരിക്കും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കോസ് എക്സും കോസ് വൈയും ഒരുമിച്ചുണ്ടാവുക. കോസ് എക്സ് കോസ് വൈ ഒരുമിച്ചുണ്ടാവും. സോ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. ഇനി ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? മൈനസ്. സോ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. അങ്ങനെയാണെങ്കിൽ അടുത്ത റിസൾട്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞുതരോ? കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്തായിരിക്കും വരിക? അവിടെ നോക്കാണ്ടെന്ന് പറഞ്ഞത് കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്താ വരിക? കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. കാരണം ഈ കേസിൽ എന്താണ്? ഡബിൾ ആണ്. ഈ രണ്ട് കേസിൽ ഡബിൾ ആയിട്ടാണ് വരുന്നത്. അതായത് രണ്ടും ഒരുമിച്ച്, കോസ് ഒരുമിച്ച്, സൈന് ഒരുമിച്ച്, ഓപ്പോസിറ്റ് സൈൻ. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ആ സൈനും കൂടി ശ്രദ്ധിക്കണേ. ആ സൈനും കൂടി ശ്രദ്ധിക്കണം. ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആയപ്പം ഇവിടെ പ്ലസും ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സൈനിന്റെ കേസിൽ ഈ ഡബിളിന്റെ കേസ് ഉണ്ടോ? ഡബിൾ ആയിട്ടാണോ ഉണ്ടാകുക? അല്ല, അത് വെവ്വേറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എടുക്കുമ്പോൾ ഒന്ന് സൈൻ എക്സ് ആണെങ്കിൽ അതിന്റെ കൂടെയുള്ള ടേം ഏതായിരിക്കും? കോസ് വൈ. സൈൻ ഇവിടെ എന്തായിരിക്കും? പ്ലസ് ആണോ മൈനസ് ആണോ ഉണ്ടാവുക? പ്ലസ്. ഈ ഓപ്പോസിറ്റ് സൈൻ എന്തിനു മാത്രമാണ് വരുന്നത്? കോസിൽ മാത്രമാണ്. കോസിൽ മാത്രമാണ് ഓപ്പോസിറ്റ് സൈൻ വരുന്നത്. സോ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. അതായത് സൈൻ എക്സ് ഉള്ളപ്പോൾ കോസ് വൈ ഉണ്ട്, കോസ് എക്സ് ഉള്ളപ്പോൾ സൈൻ വൈ ഉണ്ട്. അതായത് മാറി മാറി വരികയാണ്. സൈൻ എക്സ് ഉള്ളപ്പോൾ കോസ് വൈ, കോസ് എക്സ് ഉള്ളപ്പോൾ സൈൻ വൈ. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു സോഷ്യലിസ്റ്റ് ഉണ്ട്. സൈനിന്റെ കേസിലാണെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു സോഷ്യലിസ്റ്റ് ഉണ്ട്. അവിടെ ഡബിൾ ആയിട്ട് സെൽഫിഷ് ആയിട്ട് അല്ലുള്ളത്, കോസ് മാത്രം സൈന് മാത്രം അങ്ങനെ അല്ലുള്ളത്. അവിടെ എന്താണ്? മിക്സഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ദെൻ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എങ്ങനെ വരിക? ഇതേപോലെ തന്നെ പറഞ്ഞാണെങ്കിൽ എങ്ങനെ വരും? സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. അപ്പൊ ഈ 4 ഫോർമുലകൾ പഠിച്ചു വെക്കാൻ നിങ്ങൾ എന്ത് മാത്രം ആലോചിച്ചാൽ മതി? ഈ സാധനം ആലോചിച്ചാൽ പോരെ? കോസ് ആണെങ്കിൽ ഡബിൾ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. അതായത് ഡബിൾ അല്ല, രണ്ടും സെപ്പറേറ്റ്. സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ്, സൈൻ മാറ്റമൊന്നുമില്ല, പ്ലസ് ആകുമ്പോൾ പ്ലസ് തന്നെ, പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എങ്ങനെ വരും? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ cos x into cos y minus sin x into sin y. Cos of x minus y എങ്ങനെ വരും? cos x into cos y plus sin x into sin y. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും റഫ് പേപ്പർ ഉണ്ടോ? ഒന്ന് എഴുതി നോക്കിയേ ഈ റിസൾട്ട് ഒന്ന് എഴുതി നോക്കിയേ. എല്ലാവരും എഴുതി നോക്കണേ. ഞാൻ ഈ പറയുന്ന ആക്ടിവിറ്റീസുകൾ ഇതൊന്നും എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള നോട്ടോ ഒന്നും അല്ല. പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കാനുള്ള, നിങ്ങൾ മെമ്മറൈസ് ചെയ്യാനുള്ള, നിങ്ങൾ അത് എഴുതി നോക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ വരിക. അത് എഴുതി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. കിട്ടുന്നുണ്ടോ ഇതാണ്? CDO. കോസ് ആണെങ്കിൽ ഡബിൾ ഓപ്പോസിറ്റ് സൈൻ, കോസ് ആണെങ്കിൽ ഡബിൾ ഓപ്പോസിറ്റ് സൈൻ. നാല് റിസൾട്ടുകൾ. കിട്ടി സർ.
അപ്പൊ ഞാൻ റിസൾട്ടുകൾ ഒന്നുകൂടി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു എന്താണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ? Sin x cos Sin x into cos y plus cos x into sin y. സൈൻ വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈയോ? Sin x into cos y minus cos x into sin y. യെസ്. നെക്സ്റ്റ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈയോ? Cos x cos y minus sin സൈനസ് സൈൻ വൈ. ഇനി കോസ് ഓഫ് എക്സ് മൈനസ് വൈയോ? cos x cos x y plus Cos x sin into into cos y cos y plus പ്ലസ് sin സൈൻ x എക്സ് into ഇൻറ്റു sin y. സൈൻ വൈ. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോൾഡറിനകത്തുള്ള 4 റിസൾട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. ദെൻ നമ്മൾ അടുത്ത റിസൾട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഇതിന്റെ കൂടെ ഒരു 2 റിസൾട്ട് കൂടി, ഈ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ആംഗിൾസിൽ 2 റിസൾട്ട് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഇത് നമ്മൾ പഠിക്കാൻ തന്നെ വേണം. അത് എല്ലാത്തിനും ഷോർട്ട് കട്ട് ഒന്നുമില്ല, എല്ലാ ഇക്വേഷൻസിനും ഷോർട്ട് കട്ട് ഉണ്ടെന്ന് വിചാരിക്കരുത്. ഷോർട്ട് കട്ട് ഇല്ലാണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും, അങ്ങനെ കണ്ടാൽ മതി. ഇപ്പൊ 4 ഷോർട്ട് കട്ട് പറഞ്ഞപ്പോൾ 2 ഷോർട്ട് കട്ട് ഇല്ലാണ്ട് യൂഷ്വൽ മെത്തേഡ് തന്നെ. ഓക്കെ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫോർമുല പഠിക്കുന്ന സമയത്ത് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, അപ്പൊ ഇത് ഈ ഒരു ഫോർമുല ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാനുള്ള ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി വെച്ചാൽ മതി. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കാം. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എടുക്കുന്ന സമയത്ത് ടാൻ എക്സ് എടുത്തു, ടാൻ എക്സ് പ്ലസ്, ഇവിടെ പ്ലസ് ഉള്ളതെങ്കിൽ ഇവിടെയും പ്ലസ് തന്നെ, ടാൻ വൈ. അപ്പൊ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ. നിങ്ങൾക്ക് അറിയാത്തൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അറിയാം കുട്ടികളെ ചെയ്യേണ്ടത്? ആ ഇക്വേഷൻ ഇങ്ങനെ കീറി മുറിക്കാൻ നോക്കുക, അതിനെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. അതിന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക്, അല്ലാണ്ട് വെറുതെ കുറെ ആവർത്തി പറഞ്ഞ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ആ ഇക്വേഷൻ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആ വരുന്നത്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആ വരുന്നത്. പിന്നെ ചെയ്യുന്നത് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ആണ്. അവിടെ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്, ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. സോ ഞാൻ ഒന്നുകൂടി പറയാണ്, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഓക്കെ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള റിസൾട്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തായിരിക്കും വരിക? ഈ റിസൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ റിസൾട്ടിൽ നിന്ന് ഈ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? sin മാറ്റി കൊടുത്താൽ മതി. ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. അതായത് ഈ തൊട്ട് മുകളിലുള്ളതിൽ പ്ലസ് ഉള്ളിടത്ത് എന്ത് ചെയ്താൽ മതി? മൈനസ് ആക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ റിസൾട്ടിൽ നിന്ന് അടുത്ത റിസൾട്ട് അവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ആ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഒന്ന് ഇക്വേഷൻസിനെ പല ആവർത്തി നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഞാൻ പറയാത്ത എന്തെങ്കിലും ഷോർട്ട് കട്ട് ഒക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ആകുന്നുണ്ടാവും നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില ആൾക്കാർക്ക് ചില ലോജിക്ക് അവിടെ ഇങ്ങനെ മനസ്സിലങ്ങ് തങ്ങി നിൽക്കുന്നുണ്ടാവും. അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഈ 2 റിസൾട്ട് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കണം. സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾ എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ ഫോൾഡറിൽ കിടക്കുന്ന ഇക്വേഷൻസുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. സോ ഞാൻ ഒന്നുകൂടി പറയാണ്, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ടാൻ ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഓക്കെ ആണോ? Yes sir. ഇതിന് ഷോർട്ട് കട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇക്വേഷൻസിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക, ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഷാനില് കേൾക്കുന്നുണ്ടോ? എന്താ ഷാനിലെ കോസ് ഓഫ് എക്സ് പ്ലസ് വൈന്റെ റിസൾട്ട്? എന്ത്? കോസ് ഓഫ് എക്സ് പ്ലസ് വൈന്റെ റിസൾട്ട്. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ബേക്കിൽ ഒരു എക്കോ അടിക്കുന്നുണ്ടല്ലോ, വേറെ ആരോ പറഞ്ഞിരുന്നുണ്ടോ? ഇല്ല, പറഞ്ഞിരുന്നില്ല. ഓക്കെ. നെക്സ്റ്റ്
ജയപ്രിയ, Yes, sir. tan of x plus y ന്റെ റിസൾട്ട് എന്താണ്? tan of x plus y. Tan x plus tan y divided by 1 minus tan x into tan y. വെരി ഗുഡ്. ജ്യോതിഷ്, tan of x minus y ന്റെ റിസൾട്ട് എന്താണ്? tan x minus tan y divided by 1 plus tan x plus tan y. അല്ല, tan x into tan y. ഒറ്റ കാര്യം ഉണ്ടല്ലോ കുട്ടികളെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ബുക്കിലേക്ക് നോക്കരുത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. ഞാൻ ചീത്ത പറയുന്നില്ല, ഇമ്പോസിഷൻ തരുന്നില്ല, അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെങ്കിൽ അത് ജെന്യുവൻ ആയിരിക്കണം. നിസ്മ, Yes, sir. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. Sin x cos y minus cos x sin y. അശ്വതി, Sir. tan of x plus y എന്താണ്? tan of x plus y. Tan x plus tan y 1 divided by 1 minus tan x into tan y. വാഹിദ്, cos of x plus y. cos x into cos y minus x sin x into sin y. sin y. സുദർശന, Sir, cos of x plus y. cos x into cos y minus sin x into sin y. ഷഫ്ല, കേൾക്കുന്നുണ്ടോ? പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സഫ കെ കെ. Plus sir. tan of x minus y. Tan x minus tan y divided by 1 plus tan x into tan y. tan y, right. Then Jaseel, Muhammad Jaseel. ജസീല മൈക്ക് ഓൺ ആക്കിയേ. ജസീൽ, കേൾക്കുന്നുണ്ടോ? നമ്മളെ കൂട്ടത്തിൽ നല്ലോണം ഗെയിം കളിക്കുന്ന ഒരാളാണ് ജസീല്. ജസീലിന്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളത് ജസീൽ നല്ലോണം ഗെയിം കളിക്കലുണ്ടെന്നാണ്. അപ്പൊ നമ്മളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഗെയിമൊക്കെ കളിച്ചോളൂ, അതൊക്കെ കുറച്ച് സമയം. അത് ഗെയിം നമ്മളെ കളിക്കരുത്, ഗെയിമിന് നമ്മൾ കളിക്കുന്ന സിസ്റ്റം അതേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരിക്കലും ഗെയിം നമ്മൾ കളിക്കരുത്. അപ്പൊ അത് എപ്പോഴും ഓർത്തിരിക്കുക. ചിലപ്പം ഇങ്ങനെ മൈക്ക് ഓൺ ആക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസിൽ മുഴുകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ശരിയല്ലേ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവരെ പറഞ്ഞില്ലെങ്കിൽ അതാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ശ്രീയലക്ഷ്മി, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. Sin x cos y minus cos x sin y. അപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും റിസൾട്ടുകൾ പറയുന്നുണ്ട്. റിസൾട്ടുകൾ ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എത്ര ഫോൾഡർ പഠിച്ചു കുട്ടികളെ? എത്ര ഫോൾഡർ പഠിച്ചു? 3. 3 ഫോൾഡർ. ഈ 3 ഫോൾഡറിൽ എത്ര ഇക്വേഷൻ ഉണ്ടെന്ന് ആർക്കെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? എത്ര ഇക്വേഷൻസ് ഉണ്ടെന്ന്? ടോട്ടൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് 17 ആണോ? 17. കറക്റ്റ് ആൻസർ ആണ്. ഒന്നാമത്തേതില് 8 ഇക്വേഷന്, രണ്ടാമത്തേതിൽ 3, ഇതില് 6. അപ്പൊ ടോട്ടൽ നമ്മൾ എത്ര പഠിച്ചു? 17 ഇക്വേഷൻസുകൾ നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. 17 ഇക്വേഷൻ, 8 6 14 3 17 ഇക്വേഷൻസുകൾ. പക്ഷെ ഇതൊരു 17 ഇക്വേഷൻ ഒരു വീണ്ടും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻസ് അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഈ പറഞ്ഞ 17 ഇക്വേഷൻസിൽ? അതായത് നിങ്ങൾ ഒരു പരിചയം കാണിക്കണം ഈ ഇക്വേഷൻസുമായിട്ട്. നമ്മളിപ്പം പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് പോവാം, നമ്മളൊരു കോഴിക്കോട് ബീച്ചിൽ പോവാന്ന് വിചാരിക്കുക. കോഴിക്കോട് ബീച്ചിൽ പോയി വരുന്ന സമയത്ത് അവിടെ വലിയൊരു ഫംഗ്ഷൻ നടക്കുക, വലിയൊരു പരിപാടി നടക്കുക. ആ പരിപാടിയിൽ നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ആ പരിപാടിന്റെ ഇടയിൽ കൂടി നമ്മൾ കാണുന്നുണ്ടാവും. ആ ആൾക്കാരെ നമ്മൾ തൊട്ടടുത്ത ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് വന്ന് നമുക്ക് മനസ്സിലാവുമോ? ആ കണ്ട ആൾക്കാർ ഓർമ്മ ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്തില്ല, പരിചയമല്ല. പക്ഷെങ്കിൽ അന്ന് ബീച്ചിൽ നിങ്ങൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ നിങ്ങളെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ടുവെന്ന് വിചാരിക്കുക. അത് നിങ്ങളോട് 6 മാസം കഴിഞ്ഞിട്ട് പോയാലും നിങ്ങളോട് മറന്നു പോകുമോ? എന്നെ ഞാൻ അന്ന് ബീച്ചിൽ നിന്ന് കണ്ടിരുന്നു ഓർമ്മ പറഞ്ഞു പറയൂലേ? എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുന്ന സമയത്ത്
വെറുതെ കണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല മക്കളെ. ആ ഇക്വേഷൻസിനെ പരിചയപ്പെടണം, നല്ലോണം പരിചയപ്പെടണം. അതിനോട് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത് നിങ്ങളോട് മറന്നുപോകില്ല, നിങ്ങളോട് വിട്ടുപോവുകയില്ല. ഓക്കെ, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതൊക്കെ ഈ പരിചയം എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയ പരീക്ഷയോട് കൂടി കഴിഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. ഫോക്കസ് ഏരിയ കഴിഞ്ഞാലും പരിചയം പുതുക്കി നിലനിർത്തേണ്ട നമ്മുടെ നിങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാലും ത്രൂ ഔട്ട് നിങ്ങൾക്ക് വേണ്ട പരിചയത്തിൽ നിർത്തേണ്ട ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസിലേക്ക് പോവാണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് പ്രൊഡക്റ്റ് ടു സം ഫോർമുല എന്നാണ്. ആ ഇക്വേഷൻ സെറ്റിന്റെ പേര് കൂടി നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. ഒന്നാമത്തെ സെറ്റ് ബേസിക് ഐഡന്റിറ്റി, പിന്നെ പൈതഗോറസ്. കഴിഞ്ഞ എന്തായിരുന്നു ലാസ്റ്റ് ഫോൾഡറിന്റെ പേര് എന്തായിരുന്നു? സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്. സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്. ഇത് പ്രോഡക്റ്റ് ടു സം ഫോർമുല ആണ്. പ്രോഡക്റ്റ് ടു സം ഫോർമുല, പ്രോഡക്റ്റിൽ നിന്ന് സമ്മിലേക്ക് മാറ്റുന്ന ഫോർമുല. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസിലൊന്നും ഈ ഇക്വേഷൻസുകളൊന്നും വരുന്നില്ല. എന്നാലും നമുക്ക് ഫർദർ ആയിട്ട് പഠിക്കുന്ന സമയത്ത്, ഫർദർ ആയിട്ട് നെക്സ്റ്റ് ഇയറിൽ പോകുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവും. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഇക്വേഷൻസുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന അടുത്ത 4 റിസൾട്ടുകൾ പ്രോഡക്റ്റ് ടു സം ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കേ വേണ്ട മക്കളെ. പക്ഷെ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രോഡക്റ്റ് ടു സം ഫോർമുല ഇത് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾ പഠിച്ച ഒരു ഫോർമുല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താ കുട്ടികളെ? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. cos x cos y minus sin x cos sin x cos y minus sin x sin y. മൈനസ് സൈൻ എക്സ് സൈൻ വൈ. മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. യെസ്, നിങ്ങൾ പഠിച്ച ഇക്വേഷൻ. കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? കോസ് ഓഫ് എക്സ് മൈനസ് വൈ cos x Cos cos x y cos plus y sin x sin sin x y. sin y. കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് കുട്ടികളെ? ഈ 2 ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്യാണ്. ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഈ 2 കൂടി ഒന്ന് ആഡ് ചെയ്യാണ്. 1 + 2 ഒന്ന് ചെയ്യാൻ പോവാണ്. 1 + 2 അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ എനിക്ക് എന്താ കിട്ടുക? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് x minus y. എക്സ് മൈനസ് വൈ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോലെ. Yes. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഭാഗവും കട്ടായി പോകും. ഇവിടെ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 cos x into cos 2 y. cos x into cos y. 2 cos x ഇൻറ്റു കോസ് വൈ. അതാണ് ഇവിടുത്തെ നമ്മുടെ ഒന്നാമത്തെ റിസൾട്ട്. ഓക്കെ, 2 cos x ഇൻറ്റു കോസ് വൈനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന രീതിയിൽ എഴുതുന്നത്. അപ്പൊ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ? ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കേട്ടോ കുട്ടികളെ. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ട. ഈ റിസൾട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണമെന്നില്ല. നിങ്ങൾ അതിന്റെ ഒരു ഡെറിവേഷൻ, അതിന്റെ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ആവശ്യം ഉണ്ടാവും. നെക്സ്റ്റ് ഇയർ എന്ന് പറയാനല്ല, നിങ്ങൾ സെക്കൻഡ് ഇയർ ആണല്ലേ. നമ്മൾ സാധാരണ കഴിഞ്ഞെല്ലാം പഠിപ്പിച്ചെടുക്കുമ്പോഴാണ് നെക്സ്റ്റ് ഇയർ എന്ന് പറയാം. നമുക്ക് ഈ ഇയർ ആവശ്യം ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇവിടേക്ക് കുറയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 കുറയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 കുറയ്ക്കുക. അതായത് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കുട്ടികളെ? ഈ ടേം രണ്ടും എന്തായി പോവും? Cancel ആയി പോകും. അതായത് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ നിന്ന് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കുറച്ചാൽ 0 ആയി പോകും. മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈയിൽ നിന്ന് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ കുറച്ച് കഴിഞ്ഞാൽ -2 സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് കിട്ടും. ശരിയല്ലേ? -2 സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ റിസൾട്ട്. -2 സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ ആണോ? ആദ്യത്തെ 2 റിസൾട്ട് ഓക്കെ ആണോ? അടുത്ത 2 റിസൾട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കിയേ. അടുത്ത 2 റിസൾട്ട് ഇതേപോലെ ഒന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കിയേ. അടുത്ത 2 റിസൾട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കിയേ. നെക്സ്റ്റ് 2 റിസൾട്ടുകൾ. അടുത്ത റിസൾട്ടുകൾ ഡിറൈവ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തെടുക്കുക? sin x plus y ഉം sin x minus y.
അപ്പൊ നമ്മൾ ഈ റിസൾട്ടുകൾ വെച്ചിട്ടാണ് അല്ലെ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. എന്താ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈന്റെ വാല്യൂ? Sin x cos y plus cos x sin y. പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ. അതേപോലെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈയോ? Sin x cos y സൈൻ എക്സ് കോസ് വൈ minus മൈനസ് x sin y. കോസ് എക്സ് സൈൻ വൈ. അപ്പൊ ഞാൻ ആദ്യം കഴിഞ്ഞത് ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ്. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. 1ഉം 2ഉം കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഇത് രണ്ടും എന്തായി പോവും? ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ എന്തുണ്ടാവും? 2 sin x cos y. 2 sin x into cos y. 2 sin x into cos y. But 2 sin x into cos y sin of x plus y plus sin of x minus y ആണ്. ഇനി അതേപോലെ 1 minus 2 ചെയ്താലോ? Sin of x plus y minus sin of x minus y. sin of x minus y. അപ്പൊ എന്ത് കിട്ടും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോവും. ഇവിടെ cos x sin y മൈനസ് മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്ന് വെച്ചാൽ എന്താണ്? പ്ലസ് 2 cos x sin y എന്നുണ്ടാവും. പ്ലസ് 2 cos x sin y എന്നുണ്ടാവും. ഓക്കെ. ഇത് അവിടെ നിന്ന് കിട്ടുന്ന മറ്റ് 2 റിസൾട്ട് കൂടിയാണ്. ആ 2 റിസൾട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ 4 റിസൾട്ടുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ 4 റിസൾട്ടുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ? ഈ 4 റിസൾട്ടുകൾ കുട്ടികളെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണോ? വേണ്ട, ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ നമ്മള് 4 ഇക്വേഷനും കൂടി നമ്മൾ നമ്മുടെ ഇതിനോട് കൂടി ആഡ് ചെയ്യാണ്. പക്ഷെ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട, എന്നാലും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് അടുത്ത വർഷത്തേക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നതാണ്. ഞാൻ അടുത്ത വർഷം കൂടി കണ്ടിട്ടാണ് ഈ ഒരു സെക്ഷൻ എടുക്കുന്നത്. അപ്പം 17 ഇക്വേഷൻ തന്നെയാണ് ഉള്ളത്. ഈ 4 എണ്ണം നമ്മൾ അതിന്റെ മെത്തേഡ് മനസ്സിലാക്കി വെക്കുക. അതിന്റെ മെക്കാനിസം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് ഇവിടെ പഠിച്ചു വെക്കുന്നത്. നമ്മൾ ഈ സ്പേസിലേക്ക് പോകുന്ന വെഹിക്കിൾസ് ഇല്ലേ കുട്ടികളെ? നിങ്ങൾ കേട്ടിട്ടില്ലേ സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റുകള്? ഈ സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റുകളില് ഫുൾ ടൈം ഇവിടെ പോയി അവിടെ വരെ നിൽക്കാനുള്ളതും തിരിച്ചു വരാനുള്ളതായിട്ടുള്ള മുഴുവൻ എനർജിയും സ്റ്റോർ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ആണോ? അല്ല. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് സോളാർ എനർജി അതേപോലുള്ള എനർജികൾ യൂസ് ചെയ്തിട്ട് അത് ചാർജ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ എനർജി ആയിട്ടല്ല ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് പോകാനുള്ള അത്യാവശ്യം നല്ല എനർജിയിൽ ഇവിടുന്ന് പോകും. ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോണ വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണ്. അല്ലാണ്ട് ഒരിക്കലും അത്രയും കൂടുതൽ എനർജി എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത്രയും കൂടുതൽ ഡിസ്റ്റൻസിൽ നമുക്കത് കൊണ്ടുപോകാൻ കഴിയില്ല. അതേപോലെ നമ്മൾ ഇതെന്ത് ചെയ്യാണ്? ഫുൾ ഇക്വേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കണ്ട. ചില ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? അത് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള മെത്തേഡ് ഉണ്ടായാൽ മതി. ഓക്കെ. ഇത്തരം ഇക്വേഷൻസുകൾ അങ്ങനെ കണ്ടാൽ മതി. നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നായിട്ട് ആലോചിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലേ ഇപ്പൊ നമ്മൾ ട്രെൻഡായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ നല്ലോണം വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഈ ഇലക്ട്രിക് വെഹിക്കിളിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, സാധാരണ വണ്ടിയിലാണെങ്കിൽ പെട്രോൾ ഡീസൽ വണ്ടിയിലാണെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ വണ്ടിന്റെ പെട്രോൾ പോകുന്നുണ്ട്, കുറയുന്നുണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച്. പക്ഷേ ഇലക്ട്രിക് വണ്ടിയിലാണെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ വണ്ടിയിലേക്ക് ചാർജ് തിരിച്ചു കയറുന്നുണ്ട്. അതിന് റീജനറേഷൻ ആണ് പറയുക. റീജനറേഷൻ ബ്രേക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ബാറ്ററിയിലേക്ക് വീണ്ടും ചാർജ് കയറി വരുന്ന ആ ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അത് അങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ദിവസം ഒരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചോ? പേപ്പർ വായിച്ച ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അറിയാം. എന്താ നടന്നത്? ആർക്കെങ്കിലും? എനിവൺ? വേസ്റ്റ്, ചിക്കന്റെ വേസ്റ്റ് പെട്രോൾ ഉണ്ടാക്കിയാണോ? ഡീസൽ ഉണ്ടാക്കിയല്ലേ? അത് ഓക്കെ. അങ്ങനെയുള്ള കുറെ ന്യൂസുകൾ വരലുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്.
ജെഫ് ബോസൺ. ജെഫ് ബോസ് എവിടെ പോയി? സ്പേസിൽ പോയി. ഓക്കെ, അതൊരു വലിയ റെവല്യൂഷൻ ആയിരുന്നു. അത് ഭയങ്കര നമ്മളൊന്നും സ്വപ്നം കാണാത്തത്. നമ്മളിപ്പം കണ്ടിട്ടുള്ള എന്താണ്, നമ്മളിപ്പം ടൂർ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താണ്, വല്ല ഊട്ടിയോ കൊടൈക്കനാലോ ഒക്കെ ആണ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അവരിപ്പോ ടൂർ പോകാനുള്ള കണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? സ്പേസിലാണ് അല്ലെ. സ്പേസിലേക്കാണ് പോകുന്നത്. അത്രയും വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതേപോലെ ഇപ്പൊ അവർ പോയിട്ടുണ്ടായിരുന്നത്, ജെഫ് ബോസ് എന്ന് പറയുന്ന ആള് പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ, അദ്ദേഹം വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ആളാണ് അല്ലെ. അയാൾക്ക് ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള, അതായത് ആമസോൺ അല്ലേ, ആമസോണിന്റെ ഒക്കെ ഒരു മുതലാളിയാണ് ഈ ജെഫ് ബോസ് എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സ്പേസിൽ പോയി ടൂറിസ്റ്റ് ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു കാലം പോയ പോക്ക്, ടെക്നോളജി പോയിട്ടുള്ള ഒരു പോക്ക് അത്രയും ഹൈ എൻഡിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം അതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ, സ്പേസിനോടും അതേപോലെ ടെക്നോളജിനോടും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സയൻസ് മേഖലയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. ഓക്കെ ആണോ വീട്ടില്? അടുത്ത സെറ്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് സെറ്റ്. ഇപ്പൊ നമ്മൾ 17 ഇക്വേഷൻ ആണ് ഞാൻ ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞത്. 4 ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ മെത്തേഡ് നമുക്ക് അതിൽ നിന്നുള്ള ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അടുത്തത്, കഴിഞ്ഞ ഫോർമുലിന്റെ പേരെന്തായിരുന്നു വീട്ടിലെ? കഴിഞ്ഞ ഫോർമുലിന്റെ പേരെന്തായിരുന്നു? പ്രൊഡക്റ്റ് ടു സം ഫോർമുല. ഇത് നേരെ തിരിച്ചാണ്. കാരണം ഇത് പ്രൊഡക്റ്റ് സം ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും, ഇത് പ്രൊഡക്റ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് അല്ലെ. രണ്ടെണ്ണത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. അതിനെ സം ആയിട്ട് മാറ്റിയത്. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ടു സം എന്ന് പറയുന്നത്. അടുത്തത് സം ടു പ്രൊഡക്റ്റ് എന്നാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത് നമുക്ക് കഴിഞ്ഞ ഇക്വേഷൻസ് പോലെയല്ല, ഇത് നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കണം കുട്ടികളെ. ഇത് മസ്റ്റ് ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസുകളാണ്. കാരണം ഇത് ബേസ് ചെയ്തിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാ. പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഇത് എന്തായാലും നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കില്ല. ഇത് അത്രയും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷന്. അപ്പൊ സൈൻ സി പ്ലസ് സൈൻ ഡി ഇസ് ഈക്വൽ ടു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 സൈൻ സി മൈനസ് സൈൻ ഡി ഇസ് ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. ഇത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ള എന്തോ ഒരു ടഫ് ആയിട്ടുള്ള സാധനമായിട്ട് തോന്നുന്നില്ല വീട്ടിലെ? ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? പഠിക്കാനൊരു ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോ? നമുക്ക് ഇതിന് പറഞ്ഞോളൂ. ആരെന്തോന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഈ ഇക്വേഷനെ ഞാൻ എളുപ്പത്തിൽ പഠിക്കാൻ, നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ പഠിച്ച പോലെ തന്നെ വെറുതെ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പഠിക്കാനുള്ള മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇതിനെ ഞാൻ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കി. ഇത് ഒരു മെത്തേഡായിട്ട് നിങ്ങൾ കാണണ്ട. ഇതിനെ ഞാനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കി. ഈ ഇക്വേഷൻസിനെ ഞാൻ മൊത്തത്തിൽ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത്, എനിക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യം ഇതൊന്ന് എഴുതിയേക്കാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഒക്കെ ഒന്ന് എഴുതിയേക്കാണ്. സൈൻ സി പ്ലസ് സൈൻ ഡി, സൈൻ സി മൈനസ് സൈൻ ഡി, കോസ് സി പ്ലസ് കോസ് ഡി, കോസ് സി മൈനസ് കോസ് ഡി. ഞാൻ ഈ മൊത്തം ഇക്വേഷൻസിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? 2 വെച്ചിട്ടാണ് എല്ലാ ഇക്വേഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2 2 2 2 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ആണ്. ലാസ്റ്റത്തെ -2 ആണെന്ന് അവിടെ നിൽക്കട്ടെ, നമ്മൾ ലാസ്റ്റ് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഞാൻ ഇവിടെ -1 ഇട്ട് കൊടുത്തു. അത് മറന്നു വരുന്നത് ലാസ്റ്റത്തെ മാത്രം ഒരു -2 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ ഈ ഇക്വേഷൻസിലൊക്കെ 2 ഭാഗങ്ങളല്ലേ ഉള്ളത് അല്ലെ? ഈ എല്ലാ ഇക്വേഷനും എത്ര ഭാഗങ്ങളുണ്ട്? 2 ഭാഗങ്ങൾ. എല്ലാ ഇക്വേഷൻസിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിന്റെ ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത്? ഒന്നാമത്തതിന്റെ ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത്? സി പ്ലസ് ഡി ബൈ 2. രണ്ടാമത്തതിന്റെ ബ്രാക്കറ്റിനകത്തോ? അപ്പൊ ഞാൻ ആ ബ്രാക്കറ്റ് മാത്രം ഇതാണ്. സി പ്ലസ് ഡി ബൈ 2 വരുന്നുണ്ട്. ഇവിടെ എന്താ വരുന്നത്? സി മൈനസ് ഡി ബൈ 2. ഇവിടെയും ബ്രാക്കറ്റിനകത്ത് സി പ്ലസ് ഡി ബൈ 2 വരുന്നുണ്ട്, സി മൈനസ് ഡി ബൈ 2 വരുന്നുണ്ട്. ഇവിടെയും ബ്രാക്കറ്റിനകത്ത് സി പ്ലസ് ഡി ബൈ 2 വരുന്നുണ്ട്, സി മൈനസ് ഡി ബൈ 2 വരുന്നുണ്ട്. ഇവിടെയും ബ്രാക്കറ്റിനകത്ത് സി പ്ലസ് ഡി ബൈ 2 വരുന്നുണ്ട്, സി മൈനസ് ഡി ബൈ 2 വരുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ?
ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ആൾക്കാരൊന്ന് ഫില്ല് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ചെറിയൊരു കാര്യം, കോസ് ആണെങ്കിൽ ഡബിൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ പഠിച്ച ഓർമ്മ ഉണ്ടോ? കോസ് ആണെങ്കിൽ ഡബിൾ ആയിരിക്കും പഠിച്ച ഓർമ്മ ഉണ്ടോ? അപ്പൊ കോസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ആയിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തെടുക്കുക? ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെ എന്താണ് കോസ്, ഇവിടെ സൈൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സൈന്. ഇനി സൈൻ ആണെങ്കിൽ ഡബിൾ ആണോ കുട്ടികളെ ഉണ്ടാവുക? സൈൻ ആണെങ്കിൽ ഡബിൾ ആണോ? അല്ല, ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റിന്റെ കേസല്ല, എനിക്ക് ഡബിൾ ആണോ സിംഗിൾ ആണോ ഉണ്ടാവുക? വേറെ വേറെ ആണോ ഉണ്ടാവുക? സിംഗിള്. അതായത് വേറെ ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ഇവിടെ സൈൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? കോസ്. ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക? സൈൻ. ഇതാണ് 4 ഇക്വേഷൻസ്. ഓക്കെ, ഇതിലാകെ വ്യത്യാസമുള്ളത് ഈ ഒരു മൈനസ് സൈൻ ഇവിടെ ലാസ്റ്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പം ഈ ഇക്വേഷൻസിനെ ഞാനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അതേപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഇക്വേഷൻസിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇടാൻ വിട്ടുകൊണ്ട് ഒക്കത്തിലൊരു ബ്രാക്കറ്റ് കൊടുത്തു, എല്ലാവർക്കും ബ്രാക്കറ്റ് കൊടുക്കാം. ഇപ്പൊ ഇക്വേഷൻസ് കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഇത് തോന്നുന്നില്ലേ? അതായത് പഠിച്ചെടുക്കാവുന്നുള്ള ഒരു തോന്നൽ വന്നില്ലേ? നേരത്തെ കണ്ട പോലെ ആ ഒരു പരിചയം ഇല്ലായ്മ, സ്ട്രേഞ്ച്നെസ് പോയില്ലേ? ഇപ്പൊ കുറച്ചൊരു പരിചയം തോന്നില്ലേ? ഇപ്പൊ കുറച്ചൊരു പരിചയം തോന്നില്ലേ ആളെ കാണുന്ന സമയത്ത് തന്നെ? അത് ഇനിയും വീണ്ടും വീണ്ടും കണ്ടിട്ട് എന്ത് ചെയ്യണം? ആ പരിചയം പുതുക്കിയിട്ട് നമുക്ക് അത്ര അടുത്ത സുഹൃത്തുക്കളായിട്ട് ഇവരെ മാറ്റിയെടുക്കണം. ഇപ്പൊ സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin c plus d by 2 cos c minus d by 2. 2 എന്റെ മനസ്സിലേക്ക് വന്നു. പിന്നെ സൈൻ ആയതുകൊണ്ട് മാറി മാറി വരുന്നുള്ളത് എന്റെ മനസ്സിലേക്ക് വന്നു. 2 പാർട്ട് എന്റെ മനസ്സിലേക്ക് വന്നു. സോ സൈൻ സി പ്ലസ് സൈൻ ഡിന്റെ ഇക്വേഷൻ 2 sin c plus d by 2 cos c minus d by 2. സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 cos c plus d by 2 sin c minus d by 2. അതേപോലെ cos c plus cos d എന്ന് പറഞ്ഞാൽ 2 cos c plus d by 2 cos c minus d by 2. cos c minus cos d എന്ന് പറഞ്ഞാൽ -2 sin c plus d by 2 sin c minus d by 2. ഇത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് എഴുതണം. അതായത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡില്, ഞാനിപ്പോ പറഞ്ഞ മെത്തേഡ് എന്തൊക്കെയാണ്? ഇക്വേഷന് 2 പാർട്ട് ഉണ്ട്. ഒരു പാർട്ടിൽ c plus d by 2 ആണ്, ഒരു പാർട്ടിൽ c minus d by 2 ആണ്. ഒക്കെ തുടങ്ങുന്നത് 2 വെച്ചിട്ടാണ് എന്നുള്ളത് പറഞ്ഞില്ലേ? ഇത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആ ഇക്വേഷൻസ് ആദ്യം ഒന്ന് എഴുതി നോക്കിക്കേ, എന്നിട്ട് പഠിക്കാം. അതെന്താ ലാസ്റ്റത്തിന് മാത്രം ഒരു മൈനസ്? അത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് എന്താ പറയാ, ഇതിന്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. അത് അങ്ങനെയാണ്. അതിൽ cos c minus cos d എന്ന് പറഞ്ഞാൽ -2 sin c plus d by 2 into sin c minus d by 2 ആണ്. പ്രൂഫ് ഇല്ല കേട്ടോ, ഇതിനൊന്നും പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. വേണമെങ്കിൽ ഈ മൈനസിന് ഒഴിവാക്കാം. എങ്ങനെയാണെന്നറിയോ? വേണമെങ്കിൽ ഈ മൈനസിന് ഒഴിവാക്കല് നിങ്ങളുടെ ചില പുസ്തകങ്ങളൊക്കെ കാണലുണ്ട്. ഈ c മൈനസ് d by 2 മാറ്റിയിട്ട് എന്താക്കുക, d മൈനസ് c by 2 എന്നാക്കുക. അങ്ങനെയാണെങ്കിൽ മൈനസിന് ഒഴിവാക്കാം. പക്ഷെ അത് വേണ്ട, ഇങ്ങനെ തന്നെ പഠിക്കുന്നത് നല്ലത്. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതി വെക്കുക, സ്വന്തമായിട്ട് എഴുതി വെക്കുക. ഞാൻ ആ പറഞ്ഞ രീതിയിൽ എഴുതി വെക്കണേ. സ്ട്രക്ചർ വെച്ചിട്ട് എഴുതി വെക്കണം, അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്തിട്ട് എഴുതി വെക്കണം. ഓക്കെ ആണോ കുട്ടികളെ? എഴുതാൻ കിട്ടുന്നുണ്ടോ? ഇത് മസ്റ്റ് ആണ്, ഇത് പഠിക്കല് മസ്റ്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 1-2 ഫോൾഡർ കൂടിയാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ സെറ്റ് കംപ്ലീറ്റ് ആവും. ഇപ്പൊ നമ്മൾ 25 ഇക്വേഷൻസ് ഇന്നത്തെ ഒരു 1.5 മണിക്കൂർ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 25 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അതിൽ 4 ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു എന്താണ്,
പഠിക്കണമെന്നില്ല. ഇതിന്റെ എങ്ങനെ മെത്തേഡ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ബാക്കിയുള്ള 21 ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചിരിക്കുകയും വേണം. എഴുതി കഴിഞ്ഞോ? Yes, sir. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, ഈ ഇക്വേഷൻസ് ഞാൻ ഇപ്പൊ ഇവിടെ തൽക്കാലം ഇവിടെ ഇപ്പൊ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ ഈ രണ്ട് ഫോൾഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻസുകൾ നിങ്ങൾ ചെയ്തു നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ രാവിലെ മോർണിംഗ് ഞാനൊരു ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിന് ഒരു 2 പ്രാവശ്യമെങ്കിലും മിനിമം എഴുതി വെക്കുക. എഴുതുന്ന സമയത്ത് ഒരു കാരണവശാലും പുസ്തകം നോക്കുകയോ ചെയ്യരുത്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ, ഇന്ന് രാത്രി എന്ത് ചെയ്യാന്നറിയോ, ഇന്ന് രാത്രി നിങ്ങൾ എപ്പോഴാണോ കിടക്കുന്നത്, ഇപ്പൊ നിങ്ങൾ 11 മണിക്കാണ് അല്ലെങ്കിൽ 10:30ക്കാണ് കിടക്കുന്നതെങ്കിൽ കിടക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുന്നേ ആയിട്ട് ഈ ഇക്വേഷൻസുകൾ ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, വായിക്കാം. എന്നിട്ട് നേരെ രാവിലെ 5:30 നിങ്ങൾ എണീക്കുന്ന സമയത്ത് 5:30 ആകുന്ന സമയത്ത് നിങ്ങൾ എണീച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ സെറ്റുകൾ 21 ആൾക്കാർ നിങ്ങൾക്ക് 25 ആൾക്കാർ റീകലക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ആ ആള് നിങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പരിചയം തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ചില ആൾക്കാരെ നിങ്ങൾക്ക് അന്നേരം പരിചയം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊക്കെ പെട്ടെന്ന് പരിചയത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ ഇടയ്ക്ക് വന്ന ആള് പരിചയക്കുറവ് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആള് വീണ്ടും എടുത്തിട്ട് പഠിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഞാനിപ്പോ പഠിപ്പിച്ചു തന്ന ഫോൾഡറുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടി ഞാൻ ചോദിക്കട്ടെ. ഏതൊക്കെ ഫോൾഡർ നിങ്ങൾ പഠിച്ചത് അത് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ഫോൾഡേഴ്സ്, ഫസ്റ്റ് ഫോൾഡർ ഏതായിരുന്നു? Basic identity. രണ്ടാമത്തെ ഫോൾഡർ പൈതഗോറസ് ഐഡന്റിറ്റി. മൂന്നാമത്തത് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾ. അടുത്തത് പ്രോഡക്റ്റ് ടു സം. അതേപോലെ അടുത്ത ഏതാണ്? നെക്സ്റ്റ് സം ടു പ്രോഡക്റ്റ് ഫോർമുല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കുട്ടികളെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നാളെ രാവിലെ 5:30ക്ക് നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. ഇനി അടുത്ത 2 ഫോൾഡർ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രോബ്ലം സെഷൻസിലേക്കൊക്കെ പോകാം. ഇനിയും ഒരു 2 സെഷൻസ്, 2-3 സെഷൻസ് ട്രിഗണോമെട്രിക്ക് വേണ്ടി മാറ്റി വെക്കും. കാരണം അത്രയും പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും. ഓക്കെ. സോ ഇന്നത്തെ എക്സാം ഉണ്ടല്ലോ, ഇന്നത്തെ എക്സാം റിലേഷൻ ഫംഗ്ഷൻസിന്റെ എക്സാം ഇടട്ടെ ഇന്ന് ഈവനിങ്. ഇന്ന് റിലേഷൻ ഫംഗ്ഷൻസിന്റെ ഞാൻ ഞായറാഴ്ച എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞായറാഴ്ചന്റെ മുന്നേ നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ കാര്യം ചെയ്യാണ്, ഇന്നിപ്പം നമ്മൾ പ്രോബ്ലം വരാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, റിലേഷൻ ഫംഗ്ഷൻസിന്റെ എക്സാം ആണ് ഇന്ന് ഇടുന്നത്. ഓക്കെ. അപ്പോൾ റിലേഷൻ ഫംഗ്ഷൻസ് ഞായറാഴ്ച ഉണ്ടാവില്ല, ഇന്നായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഇക്വേഷൻസുകളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ, സ്കൂളിൽ ക്ലാസ്സുകളൊന്നും ഇല്ലെങ്കിൽ റിലേഷൻ ഫംഗ്ഷൻസ് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാം. എന്നിട്ട് വൈകുന്നേരത്തെ എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ. വൈകുന്നേരം 5 മണിന്റെ 8 മണിന്റെ ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കുറേ സമയം എടുത്തിട്ട് എഴുതുക എന്നുള്ള അർത്ഥത്തിലല്ല അത്രയും സമയം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഏറ്റവും ആപ്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള, ഇപ്പം അരമണിക്കൂർ ആണെങ്കിൽ അരമണിക്കൂർ, 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തീർക്കുക. ഓക്കെ. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. താങ്ക് യു. ഇല്ല ഇന്ന് നൈറ്റ് ഇല്ല. നമ്മൾ കൂടുതൽ നമ്മളിപ്പം നോർമൽ ക്ലാസ് മാറ്റിയിട്ട് പകരം അത് എന്താക്കിയിട്ടുണ്ട്, റിവിഷൻ ക്ലാസ് ആക്കി മാറ്റിയതാണ് കേട്ടോ. പിന്നെ അഡീഷണൽ ആയിട്ട് കൂടുതൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലധികം ക്ലാസ് ഒക്കെ ഡെയിലി നിങ്ങൾക്ക് വരും. ഓക്കെ. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ക്ലാസ് ആയിരിക്കും വരിക. പിന്നെ ചില ദിവസങ്ങളിൽ ഒന്നിലധികം ക്ലാസ്സുകൾ വരും. ഇപ്പൊ റൌഫ് സാറും അതേപോലെ അജ്മൽ സാറും എടുക്കുന്ന ദിവസങ്ങളിൽ അവർ കൂടുതലും ഏർലി മോർണിംഗ് അതേപോലെ നൈറ്റ് ഒക്കെ നിങ്ങൾക്ക് തരും. അല്ലാത്ത സമയത്തൊക്കെ 2 മണിക്കൂറുള്ള സെഷൻസ് ആയിരിക്കും, 2-1.5 മണിക്കൂറുള്ള സെഷൻസുകളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ. നൈറ്റ് വേണ്ടെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റ് കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഓക്കെ ആണോ? വേണ്ട സർ. ഓക്കെ. അപ്പൊ ഏതായാലും പഠിക്കട്ടോ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. Thank you all.